വടക്കാഞ്ചേരിയിലെ നിറസാന്നിധ്യമാണ് പി.എൻ. ഗോകുലൻ. ഗോകുലൻ കടന്നു ചെല്ലാത്ത വഴികളോ ചെയ്തു നോക്കാത്ത ബിസിനസ്സുകളോ ചുരുക്കം. ഒന്നിലും അധികകാലം പിടിച്ചു നിന്നില്ലെങ്കിലും തൊട്ടതെല്ലാം പൊന്നാക്കിയ ഗോകുലൻ എപ്പോഴും സന്തുഷ്ടനാണ്. ജീവിതത്തിലെ പരീക്ഷണങ്ങളിൽ ഗോകുലൻ ഇതുവരെ പതറിയിട്ടില്ല. തൃശൂർ കേരളവർമ്മ കോളേജിൽ നിന്ന് വിദ്യാഭ്യാസവും സാമ്പത്തിക ബിരുദവും നേടി 1977 മുതൽ വ്യാപാര രംഗത്തേക്ക് കടന്നു വന്നു. ഹോട്ടൽ, കോൾഡ് സ്റ്റോറേജ്, റിയൽ എസ്റ്റേറ്റ്, കാറ്ററിംഗ്, ബേക്കറി, ഫാൻസി ഷോപ്പ് തുടങ്ങിയ കച്ചവടങ്ങളിലെല്ലാം പരീക്ഷിച്ചു. 25 വർഷമായി വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി, ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി വിഭാഗത്തിന്റെ ജനറൽ സെക്രട്ടറി, അകമല ഭാരതീയ വിദ്യാഭവൻ സ്ഥാപകാംഗം. യാത്ര ഏറെ ഇഷ്ടപ്പെടുന്ന ഗോകുലൻ ഒട്ടുമിക്ക രാജ്യങ്ങളിലും സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഷൊർണൂരിലെ കൊളപ്പുള്ളിയിൽ സ്വന്തമായൊരു ആയുർവേദ ചികിത്സാലയമുണ്ട്. CS അജിതകുമാരിയാണ് ഭാര്യ. ഡോക്ടർ രാധിക മകളാണ്. നമസ്കാരം. എനി ടൈം ന്യൂസിന്റെ പിന്നിട്ട വഴികളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ട് വന്നിരിക്കുന്നത് വടക്കാഞ്ചേരിയുടെ നിറസാന്നിധ്യമായ P.N. ഗോകുലനാണ്. നമസ്കാരം. നമസ്കാരം. എനി ടൈം ന്യൂസിന്റെ പിന്നിട്ട വഴിയിലൂടെ ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. ഈ ഒരു യാത്രയിൽ നിരവധി പേരാണ് ഞങ്ങളോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിലെ വ്യത്യസ്തമായ മേഖലയിലുള്ള ഓരോ വ്യക്തികളെയും പൊതുസമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എനി ടൈം ന്യൂസ് എത്തിക്കുകയാണ്. നിങ്ങളുടെ ഇടയിലും വ്യത്യസ്തമായ ആളുകളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിക്കാം. തീർച്ചയായും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഞങ്ങൾ എത്തിക്കാൻ തീർച്ചയായും മുന്നോട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മളോടൊപ്പം ഇന്നത്തെ അതിഥിയോടൊപ്പം ചേരുകയാണ്. ഒരിക്കൽ കൂടി സ്വാഗതം. 1977 വ്യാപാര മേഖലയിലേക്ക് തുടക്കം കുറിച്ചത്. ഒരുപക്ഷെ വ്യാപാരത്തിനേക്കാൾ ഉപരിയായിട്ട് ഇന്ന് വടക്കാഞ്ചേരിയുടെ നിറസാന്നിധ്യം എന്ന് പറയുന്നത് സാംസ്കാരിക രംഗത്തും എല്ലാം നിറസാന്നിധ്യമാണ്. ആദ്യം തന്നെ ചോദിക്കുന്നു, ഇതിനൊക്കെ സമയം എടുക്കാം? ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിൽ, നമുക്ക് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ എന്തും നമുക്ക് നടത്താം, എന്തും നേടിയെടുക്കാം, എന്തിനേയും ഫേസ് ചെയ്യാം. പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക, നെഗറ്റീവിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കുക, ഇന്നലെയെക്കുറിച്ച് നമ്മൾ ഓർക്കാതിരിക്കുക, നാളെക്കുറിച്ച് വ്യാകുലപ്പെടാതിരിക്കുക. ഇന്നത്തെ ദിവസം ഭംഗിയാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഗോകുലേട്ടാ, ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒറ്റ കാര്യം ചോദിക്കുകയാണ്. 1977 വ്യാപാര രംഗത്തേക്ക് വന്നതെന്ന് പറഞ്ഞത്. നിരവധി മേഖലകളിലൂടെ സാന്നിധ്യമായി കടന്നു പോയിട്ടുണ്ട്. ഒരു വ്യാപാര രംഗത്തിൽ മാത്രം ഒരു വ്യക്തിത്വമല്ല. ഇന്ന് പല ആളുകളും പല വ്യത്യസ്തമായ മേഖലകളിലൂടെ ബിസിനസ് ആണെങ്കിലും മറ്റുള്ള മേഖലയിലേക്ക് കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ ജീവിതത്തിൽ തോറ്റുപോകുന്ന നിമിഷമുണ്ടാകാം. ചില ബിസിനസ്സുകൾ നടത്തിയിട്ട് തോറ്റുപോകാം, അവരവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഒന്നിനും വിജയം കാണാൻ സാധിക്കുന്നില്ല. ഇത് നമുക്കറിയാം. ഏതൊരു മേഖലയാണെങ്കിലും വലിയ മത്സരങ്ങളും വലിയ പ്രതിസന്ധിയുടെ ഘട്ടത്തിലൂടെയാണ് പോകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ, പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ, ഇന്നിവിടെ എത്തിയ ഈ ഒരു നിമിഷം വരെ നോക്കുമ്പോൾ ആ ഒരു ഉള്ളിൽ അഭിമാനത്തോടു കൂടിയിട്ടല്ലേ നിൽക്കുന്നത്? തീർച്ചയായും അഭിമാനത്തോടു കൂടി തന്നെയാണ്. കാരണം വെച്ചാൽ എൻ്റെ വീട് എന്ന് പറയുന്നത് കൃഷിക്കാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും പാരമ്പര്യമുള്ളൊരു വീടാണ്. ബിസിനസ്സിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യമായി കടന്നു വന്നത് ഞാനാണ്. അത് ഞാൻ ഒരു തരത്തിൽ പറഞ്ഞാൽ, അത് പറയുകയാണെങ്കിൽ 77 മുമ്പ് ഞാൻ കേരളവർമ്മയിൽ പഠിക്കുന്ന കാലത്ത് അന്ന് പാൻ പീസ് ഡബിൾ നെറ്റ് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു, ഗൾഫിൽ നിന്ന് വന്നിരുന്നത്. അപ്പോൾ അത് 90 രൂപയ്ക്ക് ഞാൻ ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് 110 രൂപയ്ക്ക് അവിടുത്തെ സ്റ്റുഡൻസിനും മാഷന്മാർക്കും ഒക്കെ വിറ്റൊരു ചരിത്രം 20ാമത്തെ വയസ്സ് തൊട്ട് എനിക്കുണ്ട്. അതേ പ്രശ്നക്കാരനാണ്. അപ്പോൾ ഒരു പാൻ പീസ് വിറ്റാൽ എനിക്ക് 20 രൂപ കിട്ടും. അപ്പോൾ അന്ന് അത് 20 രൂപ എന്ന് പറഞ്ഞാൽ അന്ന് ക്യാൻറ്റീനിൽ 2 രൂപ ചോറുള്ളൂ. അപ്പോൾ 10 ദിവസത്തേക്ക് ഊണിൻ്റെ കാശായി. 18 രൂപ സമ്പാദിച്ചു വെക്കുന്നുണ്ട്. അതെ 18 സമ്പാദിച്ചു വെക്കുകയും ചെയ്യും, അതിന് അത്യാവശ്യം ചെലവാക്കുകയും ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, അന്നത്തെ കാലഘട്ടത്തിൽ ആ ബിസിനസ്സിൽ തുടങ്ങി വിവിധങ്ങളായ ബിസിനസ്സുകൾ എത്തി നിൽക്കുന്നുണ്ട്. ചെയ്ത ബിസിനസ്സുകൾ ഏതൊക്കെയാണെന്നൊന്നും കൂടെ പറഞ്ഞിട്ട് നല്ല വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ആദ്യമായിട്ട് ഞാൻ തുടങ്ങിയത് വിദ്യാഭ്യാസം. ഞാൻ BA എക്കണോമിക്സാണ്, സാമ്പത്തിക ശാസ്ത്രം അന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈക്കോളജിയുടെ ഭാഗം ഒരു പരിധി വരെയും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി, അന്ന് എനിക്ക് അച്ഛനില്ല, അമ്മ ബോയ്സ് ഹൈസ്കൂളിലത്തെ ടീച്ചറായിരുന്നു. ഈ സിനിമയ്ക്ക് പോകാൻ കാശ് വേണം, ഷേവ് ചെയ്യാൻ ബ്ലേഡ് മേടിക്കാൻ കാശ് വേണം. അപ്പോൾ ഇത് അമ്മോട് ചോദിക്കാൻ എനിക്കൊരു ഒരു ദുരഭിമാനം പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാനന്ന് ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡ് പഠിച്ചായിരുന്നു. അതായത് ഡിഗ്രി കഴിഞ്ഞപ്പോൾ വെറുതെ ഇരിക്കേണ്ട വെച്ചിട്ട് ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡ് രാശാണി മാസ്റ്റർ അവിടെ പഠിച്ചായിരുന്നു.
അപ്പോൾ ഞാൻ അന്ന് ആദ്യം തുടങ്ങിയത് 77 മാർച്ചിൽ എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ജൂണിൽ ഞാനൊരു ടൈപ്പ് റൈറ്റർ മാഷയുടെ സഹായത്തോടു കൂടി മേടിക്കുകയാണ്. 2000 രൂപ അമ്മയുടെ നിന്ന് മേടിച്ചു. അത് 3 മാസം കൊണ്ട് അമ്മയ്ക്ക് ഞാനത് തിരിച്ചു കൊടുത്തു. അപ്പോൾ ജോബ് ടൈപ്പിംഗ് എന്നുള്ള തൊഴിലായിട്ടാണ് ഞാൻ ആദ്യം തുടങ്ങിയത്. പിന്നീട് ഞാനും എൻ്റെ ഒരു പാർട്ണർ ഐപ്പോയ്ക്കിലുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഒരു ഐസ്ക്രീം പാർലർ തുടങ്ങി, ബിംബോ ഐസ്ക്രീം. പഴയ ജയറാം പഠിക്കലിൻ്റെ, അത് നമ്മുടെ ഇപ്പോൾ നിൽക്കുന്ന മറ്റേ സ്റ്റേറ്റ് ബാങ്കിൻ്റെ മുമ്പിൽ മദ്രാസ് ഹോട്ടലിൻ്റെ അടുത്ത്. അന്ന് വടക്കാഞ്ചേരി ടോക്ക് ഓഫ് ദ ടൗൺ എന്നാണ് നമ്മുടെ നോട്ടീസിൻ്റെ ഹെഡിങ് തന്നെ. അതെ. അപ്പോൾ ഐസ്ക്രീം അന്ന് വടക്കാഞ്ചേരി ഇല്ല, 77 ആലോചിക്കണം. അപ്പോൾ ബിംബോ ഐസ്ക്രീം ജയറാം പഠിക്കലിൻ്റെ അന്നത്തെ രാജൻ കേസിലൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെയാണ് ബിംബോ ഐസ്ക്രീം. അതാണ് ഞാൻ ആദ്യം തുടങ്ങിയത്, ഞാനും ഐപ്പോയ്ക്കലും കൂടിയിട്ട്. അപ്പോൾ മറ്റേ 77 ഈ ഐസ്ക്രീം പാർലർ തുടങ്ങി. അതിന് ശേഷം അത് കുറച്ചും കൂടി വിപുലപ്പെടുത്താൻ വേണ്ടി ഊണൊഴിച്ച് ബാക്കിയുള്ള സാധനങ്ങൾ, നെയ്റോസ്റ്റ്, മസാല, ചപ്പാത്തി, അങ്ങനെയായിട്ട് ഒരു 24 സീറ്റുള്ള ചെറിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങി. അപ്പോൾ അത് വലിയ കുഴപ്പമില്ല, ഒരുവിധം അങ്ങനെ നന്നായി വന്നു. അപ്പോൾ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നതിൻ്റെ ആ സമയത്ത് തന്നെയാണ് ജയശ്രീ കല്യാണ മണ്ഡപം പണിയുന്നതും. അവിടെ വലിയ തോതിലുള്ളൊരു ഹോട്ടൽ സഞ്ജീവനി എന്നുള്ള പേരിൽ. അപ്പോൾ ആ സഞ്ജീവനി ഞാൻ തുടങ്ങി. സഞ്ജീവനി വലിയ തോതിലുള്ള ഹോട്ടലായിരുന്നു. അപ്പോൾ ഈ സഞ്ജീവനിയും മറ്റേ നമ്മുടെ ആദ്യം തുടങ്ങിയ ഹോട്ടൽ ആര്യഭവൻ എന്നുള്ള പേരിൽ രണ്ടും ഒരേ സമയത്ത് ഇങ്ങനെ കൊണ്ടു നടന്നു. അതിൻ്റെ ഇടയിൽ കല്യാണ മണ്ഡപം, ജയശ്രീ എന്ന് പറയുന്നത് ഒരു കല്യാണ മണ്ഡപം കൂടിയാണ്. അപ്പോൾ അവിടുത്തെ കാറ്ററിങ് ഏറ്റെടുത്തു. കാറ്ററിങ് ഏറ്റെടുക്കുമ്പോൾ ആദ്യം പാത്രങ്ങൾ വാടകയ്ക്ക് എടുക്കലായിരുന്നു. പക്ഷേ അത് നഷ്ടം തോന്നിയപ്പോൾ കുറേ പാത്രങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്തു. അപ്പോൾ കാറ്ററിങ്ങുമായി അതിനെ ഉപയോഗിക്കുന്ന പാത്രങ്ങളുമായി അത് അങ്ങനെ പോയി. കുറച്ച് കഴിഞ്ഞത് അപ്പോൾ ഇത് ഈ സമയത്ത് അതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കിത് കുറച്ചും കൂടി വിപുലപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ സഞ്ജീവനി ഫാൻസി എന്ന് പറഞ്ഞിട്ട് ഈ ഗോൾഡ് കവറിങ്ങും കോസ്മെറ്റിക്സൊക്കെ തുടങ്ങുന്ന ഒരു സ്ഥാപനം തുടങ്ങി. അതിൻ്റെ ആ ഘട്ടത്തിൽ തന്നെ എനിക്ക് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിലുള്ള ആര്യഭവൻ സ്ഥലം എൻ്റെ നിന്ന് പോയി. അത് കോടതി കേസൊക്കെ ആയിട്ട് അത് കയ്യിൽ നിന്ന് പോയി. അപ്പോൾ സഞ്ജീവനി തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും കുറച്ച് സുഹൃത്തുക്കളും കൂടി തുടങ്ങിയിട്ട് ഈ പണയിടപാട് വലിയ കുഴപ്പമില്ലാത്തൊരു ഇടപാടാണെന്നുള്ളൊരു തോന്നൽ അന്ന് ഉള്ളിൽ വന്നപ്പോൾ ഞങ്ങൾ തലപ്പള്ളി ചിറ്റ്സ് ആൻഡ് ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം തുടങ്ങി. അപ്പോൾ ഞാൻ അതിൻ്റെ മാനേജിങ് ഡയറക്ടറായിരുന്നു. അത് കഴിഞ്ഞ് ഈ മറ്റേ ചിട്ടി ഒരുവിധം നല്ല തോതിൽ വലിയ തോതിലൊക്കെ നടക്കണം കണ്ടപ്പോൾ നമുക്ക് ഈ പണം നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്തുകൂടെ എന്ന് വിചാരിച്ചപ്പോൾ നമുക്ക് പണ്ടം തുടങ്ങാം. ഞാൻ വേറെ കുറച്ച് ആൾക്കാരും കൂടിയിട്ടാണ് കേട്ടോ പണ്ടം തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ തലപ്പള്ളി ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട്, മറ്റേത് ചിറ്റ്സ് ആൻഡ് ക്രെഡിറ്റ്സ്, ഇത് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അങ്ങനെ പണ്ടം തുടങ്ങി. അത് ആ വശത്തു കൂടെ ഇങ്ങനെ നടക്കണ സമയത്ത് തന്നെ കുറേശ്ശെ റിയൽ എസ്റ്റേറ്റിൻ്റെ ഏർപ്പാടൊക്കെ മനസ്സിൽ ആശയം. അപ്പോൾ ഞാനും എൻ്റെ അമ്മാവനും കൂടിയിട്ട് റിയൽ എസ്റ്റേറ്റിൻ്റെ ബിസിനസ് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ കുറച്ച് സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ച് അത് കട്ട് ചെയ്തൊക്കെ കൊടുത്ത്. അപ്പം നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന സ്ഥലം തന്നെ അങ്ങനെ കട്ട് ചെയ്ത്, ഇത് പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ ഭൂമിയായിരുന്നു. അത് നമ്മുടെ വാങ്ങിച്ച് അവകാശികളിൽ നിന്ന് വാങ്ങിച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ അങ്ങനെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് അതും തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നി നമുക്ക് ഇതിൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയാൽ നമുക്ക് കുറച്ചുകൂടി എന്തെങ്കിലും കിട്ടിയാലോ വിചാരിച്ചിട്ട് ഇങ്ങനെയുള്ള നമ്മുടെ കയ്യിലുള്ള പ്ലോട്ടുകളിലും വില കുറഞ്ഞ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ഈ പരിസരത്ത് പ്ലോട്ടുകൾ കിട്ടി അതിൽ വീടുകൾ ഉണ്ടാക്കി കൊടുക്കുക, ഫ്ലാറ്റുകൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ആശയം വന്നു. അതൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ 25ാമത്തെ വില്ല പണി തീർന്ന് പൂട്ടിയിട്ടിരിക്കുക. കൂടാതെ ഈ ബിസിനസ് രംഗത്ത് ഒരു കാര്യം കൂടിയുണ്ട്. ഞാൻ ഒരു 5-8-9 കൊല്ലം മുമ്പ് ചെർപ്പളശ്ശേരിയിൽ നല്ലൊരു ആയുർവേദ ഹോസ്പിറ്റലും തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ നല്ല തോതിലാണ് നടക്കുന്നത്. ഇൻപേഷ്യൻറ്റും ഔട്ട് പേഷ്യൻറ്റും ഉണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു 10-20 ആൾക്ക് ജോലി കൊടുക്കാൻ പറ്റി എന്നുള്ള ഒരു ചരിതാർത്ഥ്യം കൂടി ഉണ്ട്. ആരോഗ്യ മേഖലയിലേക്ക് മാത്രം കൈ തൊട്ടിട്ടില്ല. ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണേ? മെഡിക്കൽ ഷോപ്പുകളോ? ഇല്ല എല്ലാറ്റിലും കൈ തൊട്ടുണ്ട്. പിന്നെ ഏതാ നഷ്ടത്തിൽ പോണെന്ന് വെച്ചാൽ ഉടനെ നിർത്തുന്ന ഒരു സ്വഭാവം എനിക്ക്. അതിലേക്ക് ഞാൻ വരുന്നു. അതായത് എനിക്ക് തോന്നുന്നത് നഷ്ടമെന്ന് തോന്നുന്ന നിമിഷം അത് പരിപാടി നിർത്തും. കൂടുതൽ നഷ്ടത്തിലേക്ക് ഞാൻ പോകാറില്ല. ശരിക്കും ഇന്ന് വരുന്ന ഓരോ ബിസിനസ്സുകാർക്കും, പുതിയതായിട്ട് വരുന്ന വലിയ പ്രതിസന്ധിയുള്ള ബിസിനസ്സുകാർക്കൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു ആശയമല്ലേ അങ്ങ് കൊണ്ടുപോകുന്നത്? അതായത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം യഥാർത്ഥത്തിൽ ലാഭമല്ല, അത് നഷ്ടമാകുന്നൊരു പ്രവർത്തനമാണെങ്കിൽ അതിൽ നിന്ന് പതുക്കെ പിന്തിരിഞ്ഞ് മറ്റു ലാഭകരമായ ബിസിനസ്സിലേക്ക് മുന്നോട്ട് പോവുക, ആ ഒരു ആശയമാണ് അങ്ങ് കൊണ്ടുപോകുന്നത്. അതെ. അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്നത്തെ അവസ്ഥ പറഞ്ഞാൽ എൻ്റെ സാഹചര്യമായിരിക്കില്ല പല പീഡിയക്കാർക്കും അല്ലെങ്കിൽ ഷോപ്പുകാർക്ക്. ഞാൻ 27 കൊല്ലമായിട്ട് വടക്കാഞ്ചേരി മർച്ചൻസ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറിയാണ്, ഇപ്പോഴും ജനറൽ സെക്രട്ടറിയാണ്.
അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചാൽ ബസ് ഓടിച്ചവൻ ബസ് ഉടമസ്ഥൻ ബസ് കൊണ്ടെടുക്കുക, കൃഷി നടത്തിയവൻ കൃഷി കൊണ്ടെടുക്കുക, പീടിക നടത്തുന്നവൻ പീടിക കൊണ്ടെടുക്കുക. നഷ്ടമായാലും വേറൊരു മേഖലയിലേക്ക് തിരിയാനുള്ള ധൈര്യം അവർക്കില്ല, മാറി ചിന്തിക്കണമില്ല. ഒരു പക്ഷേ അവരുടെ ജീവിത സാഹചര്യവും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പണം ചിലപ്പോൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ വീട്ടുകാരിൽ നിന്നുള്ള പ്രതിസന്ധികൾ ഉണ്ടാവാം. അപ്പോൾ എൻ്റെ പോലെയുള്ള ഒരു ബോൾഡായിട്ടുള്ള തീരുമാനം ചിലപ്പോൾ എല്ലാവർക്കും എടുക്കാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ വീട്ടുകാരുടെ വലിയൊരു സഹകരണം ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ. പിന്നെ ഓരോ ബിസിനസ്സുകളും പതുക്കെ നിർത്തുമ്പോൾ കുടുംബം എന്താ പറയാറ്? കുടുംബം പ്രത്യേകിച്ച് ഇല്ല, പൊതുവെ ഇടപെടാറില്ല. ഞാൻ വലിയ അപകടകാരിയല്ല എന്നും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നവനാണെന്നുള്ള ഒരു തോന്നൽ അവർക്കുള്ളത് കൊണ്ട്. മക്കളാകെ ഒരു മകളുള്ളൂ, അവള് ആയുർവേദ ഡോക്ടറാണ്, സ്വന്തം ഹോസ്പിറ്റലിൽ. സംസാരിക്കുമോ അച്ഛൻ ചെല്ലുന്ന എല്ലാം എന്താ ഇങ്ങനെ പതിവഴി നിർത്തുന്നത്? ഇല്ല, മകളൊന്നും അതിലിടപെടില്ല, മകളും വൈഫും ഒന്നും അതിലിടപെടില്ല. അവർ എനിക്ക് പരിപൂർണ്ണ സപ്പോർട്ടാണ്. കാരണം എനിക്ക് ജീവിതത്തിൽ എൻ്റെ ഒരു മകൾ മരിച്ച പരാജയം ഒഴിച്ച് എനിക്ക് ജീവിതത്തിൽ ഇന്നേ വരെ പരാജയം ഉണ്ടായിട്ടില്ല. പിന്നെ ഈ എൻ്റെ ഒരു 100% വിശ്വാസം. ഞാൻ ഇന്ത്യയിലത്തെ പ്രധാനപ്പെട്ട എല്ലാ അമ്പലങ്ങളിലും യാത്ര ഒരുപാട്, ഒരു 25 യാത്ര. ഞാൻ ആദ്യം ചോദിച്ചു ഇതിനൊക്കെ സമയം നമ്മൾ ഉണ്ടാക്കലാണ്. യാത്ര വല്ലാത്തൊരു ഹരമാണ്. നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ. അതുപോലെ നമ്മുടെ ഞാനും വൈഫും കൂടിയിട്ട് എപ്പോഴും പോകുള്ളൂ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ മാസമാണ് നമ്മുടെ അതിർത്തിയായിട്ടുള്ള അരുണാചൽ പ്രദേശ്, ആസാം, മേഘാലയ ഒക്കെ പോയത്. അതിന് മുമ്പ് ഭൂട്ടാൻ പോയി. അത് ട്രാവൽ ഏജൻസിയുടെ കൂടെ നമ്മൾ പോവുക. ഒറ്റയ്ക്ക് ഒരിക്കലും നമ്മൾ പോവില്ല. നമ്മുടെ കാരണം വെച്ചാൽ ഞങ്ങളുടെ ഈ ഏജിൽ ഒറ്റയ്ക്ക് പോകണത് വിട്ടിത്തരാം. അപ്പോൾ നമ്മൾ യാത്രി ട്രാവൽസ്, വിവേകാനന്ദ ട്രാവൽസ്, ചൗധരി ട്രാവൽസ്, പണിക്കർ ട്രാവൽസ്, അങ്ങനെ നമ്മളൊന്നും അറിയണ്ട. താമസം, ഭക്ഷണം, യാത്ര ഒക്കെ അവർ ഏറ്റെടുക്കും. അപ്പോൾ നമുക്കൊരാളായിട്ട് ഇങ്ങനെ വന്നാൽ മതി. സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ പിന്നീട് കുറിപ്പുകൾ ഞാൻ വോയിസ് മെസ്സേജ് ഇടാറുണ്ട്. അപ്പോൾ അതിൽ എൻ്റെ അനുഭവങ്ങൾ പലരും സുഹൃത്തുക്കളൊക്കെ എന്നോട് പറയും ഇത് ബുക്കായിട്ട് മാറ്റുക. പക്ഷേ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ ആസാമിലെ കാമാക്ഷി ടെമ്പിളിൽ പോയാൽ, അല്ലെങ്കിൽ ഗുജറാത്തിലെ നമ്മുടെ സോമനാഥ് ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ, അതുപോലെ ഇന്ത്യയിലത്തെ പ്രധാനപ്പെട്ട ഒരുപാട് ഒറീസയിലത്തെ സൂര്യക്ഷേത്രം, അങ്ങനെ ഒരുപാട് അമ്പലങ്ങൾ, ബംഗാളിലെ കാളിക്ഷേത്രം, ദ്വാരക, ഗുജറാത്തിലെ ദ്വാരക, ഇതൊക്കെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ കിട്ടും, ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കിട്ടും. അപ്പോൾ പിന്നെ എന്തിനാ അത് എന്നുള്ള നിലയ്ക്കാണ് ഞാനത് ഇടാത്തത്. ഈ ഒരു കാലഘട്ടത്തിനിടയ്ക്ക് ഇത്രയേറെ യാത്രകൾ ഇഷ്ടപ്പെടുന്നു, എല്ലാം ബിസിനസ്സാണ്, മറ്റുള്ള കാര്യങ്ങൾ എല്ലാത്തിനും പോകുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ നിമിഷത്തെ പിന്നീട് ഓർക്കുവാനുള്ള ഓർമ്മകളായിട്ട് സമ്മാനിക്കാനായി അത് നമ്മൾ യാത്ര ചെയ്തും നമ്മുടെ അനുഭവങ്ങളും ജീവിതാരംഭം തൊട്ട് ഇതുവരെയും നമ്മുടെ മനസ്സിൽ ഇതെല്ലാം ഉണ്ടല്ലോ. നമ്മുടെ വിദ്യാഭ്യാസമായാലും നമ്മുടെ ബിസിനസ്സായാലും നമ്മുടെ കുടുംബജീവിതമായാലും അല്ലെങ്കിൽ നമ്മുടെ പ്രണയമായാലും എല്ലാം നമ്മുടെ മനസ്സിലുണ്ടാവും. അത് മാഞ്ഞു പോകില്ല. കോളേജിൽ നിന്ന് തുടങ്ങിയ വിദ്യാഭ്യാസത്തിനൊപ്പം തുടങ്ങിയ ബിസിനസ് അത് ഇന്നോളം ഇവിടെ വരെ സഞ്ചരിച്ച് നിൽക്കുമ്പോൾ തികഞ്ഞ അഭിമാനമുണ്ട്. അതോടൊപ്പം നമുക്ക് കിട്ടുന്നതിൻ്റെ മറ്റുള്ള ആൾക്കാർക്ക് നമ്മൾ പല സാംസ്കാരിക രംഗത്തുള്ളതുകൊണ്ട് ഇപ്പോൾ മുത്രളിക്കാവ് പൂരത്തിൻ്റെ പ്രസിഡൻ്റായിട്ടുണ്ട്, സെക്രട്ടറിയുണ്ട്, ചീഫ് കോർഡിനേറ്ററായിട്ടുണ്ട്. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഞാൻ ചീഫ് ഫൈനാൻസ് ഓഫീസറാണ്. അതേപോലെ ഭാരതീയ വിദ്യാഭവൻ്റെ സെക്രട്ടറിയാണ്. അതേപോലെ മറ്റേ ലയൺസ് ക്ലബിൻ്റെ അഡ്മിനിസ്ട്രേറ്ററാണ്. അങ്ങനെ ഒരുപാട് ഇപ്പോൾ ശിവക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റാണ്. അങ്ങനെ ഒരുപാട് മേഖലകളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ. അതിൽ കുറച്ച് പണമൊക്കെ ഞാൻ സാധാരണ കളയാറുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. കാരണം വെച്ചാൽ നാടിനും നാട്ടുകാർക്കും വേണ്ടപ്പെട്ട കളയല്ല സമൂഹം. അതെ അത് നമ്മൾ ചെയ്യുന്ന കണ്ടിട്ട് വേറൊരാൾ കൂടി ചെയ്യാൻ തോന്നട്ടെ എന്നുള്ളൊരു ഉദ്ദേശം കൂടി അതിൻ്റെ പിന്നിലുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ അഭിമാനമെങ്കിൽ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ എന്താണ് ലക്ഷ്യം? അങ്ങയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് മനസ്സിലൊരു ലക്ഷ്യമുണ്ട്. പക്ഷെ അത് ഇന്നത്തെ വീടുകളിലൊക്കെ അടച്ചിട്ട വാതിലുകളും അടച്ചിട്ട ജനലുകളാണ്. 60 കഴിഞ്ഞാൽ വീട്ടിൽ ആരും ഉണ്ടാവില്ല, അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രമേ ഉണ്ടാവുള്ളൂ. മക്കളൊക്കെ എവിടെയെങ്കിലൊക്കെ ആവും. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ലിവിങ് എന്നുള്ളത് പോവാതെ ഒരു കമ്മ്യൂണിറ്റി ലിവിങ് സ്വാഭാവികമായിട്ട് അതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് നമ്മുടെ മക്കളെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന ഒരു പ്രവണത വരുന്നത്. പഴയ കാലഘട്ടങ്ങളിൽ കൂട്ടുകുടുംബ വ്യവസ്ഥയിലുള്ളപ്പോൾ എല്ലാവരും വീടിന് ചുറ്റിപ്പറ്റി പോകും, കുറച്ച് പേര് മാത്രമേ ജോലി സ്ഥലങ്ങളിലും ആരെങ്കിലൊക്കെ വീട്ടിലുണ്ടാവും. അണുകുടുംബങ്ങളാണ്, 1-2 പേര് ഉള്ളൂ. ഉള്ളവരാണെങ്കിൽ തന്നെ ഒരു പരിധി കഴിഞ്ഞാൽ അവരുടെ ഒരു +2 വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ ശ്രമിക്കുകയാണ്. അതിന് പ്രോത്സാഹനം മാതാപിതാക്കൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുകൾ നോക്കിക്കഴിഞ്ഞാൽ രാവിലെ ഒരു വാട്സപ്പ് മെസ്സേജിൽ ഒരു ഗുഡ് മോർണിംഗ് സ്ഥിരമായി വിട്ടുകൊണ്ടിരിക്കുന്ന ആൾ
സ്ഥിരമായി അന്നത്തെ ദിവസം കണ്ടില്ലെങ്കിൽ നമ്മൾ ആകെ ഭയക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ പോകും. ആ ഒരു തലത്തിലേക്ക് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, മാറി ചിന്തിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ വയോജനങ്ങൾ അനുഭവിക്കുന്ന വലിയ ദുരിതമാണ്, വലിയ ഒരു ഒറ്റപ്പെടലിന്റെ ഒരു അവസ്ഥ. തീർച്ചയായിട്ടും അങ്ങയുടെ ഒരു കാഴ്ചപ്പാടിൽ അങ്ങക്ക് അറിയാൻ പറ്റും, അങ്ങ് പല മേഖലകളിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ്. ഇത്തരം മേഖലകൾ സഞ്ചരിക്കുമ്പോൾ ഈ വയോജനങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ അവരെയൊക്കെ ചേർത്ത് പിടിക്കാനുള്ള പുതിയ ആശയങ്ങളുണ്ട്. ഈ വയോജനങ്ങളെ കുറിച്ച് എനിക്ക് ആദ്യം പറയാനുള്ളത്, നമ്മളെ ആർക്കും വേണ്ട എന്നുള്ളൊരു തോന്നൽ വരാതിരിക്കലാണ് ആദ്യം വേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് വയസ്സായാലും നമ്മുടെ വീട്ടിൽ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മുറ്റം നമുക്ക് വേണമെങ്കിൽ അടിക്കാം, നമ്മുടെ മറ്റേ വീടിൻ്റെ ഉൾഭാഗം നമുക്ക് തുടയ്ക്കാം, അല്ലെങ്കിൽ വീടിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തികൾ നമുക്കിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം. അല്ലെങ്കിൽ കാലത്തൊക്കെ എപ്പോഴും ഞാൻ ചെയ്യണതാണ്, കാലത്ത് മറ്റേ ഹൈസ്കൂൾ ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പറ്റിയ സ്ഥലത്ത് കുറേ നടക്കാം, കൂട്ടുകാരായിട്ട് സംവദിക്കാം. അതുപോലെ അമ്പലക്കുളങ്ങളിൽ പോയി കുളിക്കാം, അമ്പലത്തിൽ വേണമെങ്കിൽ പോവാം. അല്ലെങ്കിൽ നമ്മളെപ്പോഴും ആക്റ്റീവായാൽ നമ്മൾക്ക് ഈ വയോജനം ഇപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ടാവില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു മിനിറ്റ് ഒഴിവില്ലാത്ത ഈ പ്രായമായാലും എനിക്ക് നല്ല ബിസിയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സ് എപ്പോഴും റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. പിന്നെ ഇതിലൊന്നും തയ്യാറാവാത്ത വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ മനസ്സിലുള്ളൊരു ആശയം ഒരു കമ്മ്യൂണിറ്റി ലിവിങ് എന്നുള്ളതാണ്. അതായത് ഒരു 1 റൂം കിച്ചനായിട്ട് 10ഓ 50ഓ ചെറിയ വീടുകൾ ഉണ്ടാക്കിയിട്ട് ഒരു വില്ല, ഒരു പ്ലോട്ടിനുള്ളിൽ അതിൽ അത്യാവശ്യം അവർക്ക് മറ്റേ എന്താ പറയുക സമയം പോകാനുള്ള ലൈബ്രറി ഉണ്ടാക്കുക, ചെറിയൊരു ആരാധനാലയം, വളരെ ചെറിയൊരു ആരാധനാലയം ഉണ്ടാക്കുക. പിന്നെ അതുപോലെ അത്യാവശ്യം വ്യായാമം ചെയ്യാനുള്ള ഏർപ്പാടുണ്ടാക്കുക. അതുപോലെ കോമൺ മെസ്സാക്കുക. ഇവരുടെ മക്കളും മരുമക്കളൊക്കെ വരുമ്പോൾ താമസിക്കാൻ വേറെ ചെറിയൊരു റെസ്റ്റ് ഹൗസ് പോലെ അതിനോട് ചേർത്തി ഉണ്ടാക്കുക. അതൊക്കെ മനസ്സിലുള്ളൊരു ആശയമാണ്. അത് കാലം കൊണ്ട് അങ്ങനെയൊക്കെ വേണ്ടി വരും. കാരണം വെച്ചാൽ എല്ലാവരുടെയിലും എന്താ പറയുക, ഞാൻ പറയുന്നത് പോലെ ചാക്ക് നിറച്ച് പണമുണ്ട്. പക്ഷേ 60 വയസ്സ് കഴിഞ്ഞാൽ ഈ പണം എന്താ ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയില്ല, അത് ഉപയോഗിക്കാനും പറ്റില്ല. എന്നിട്ടും ആരും അറിയാതെ ആർക്കും വേണ്ടപ്പെടാതെ മരിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എന്തായാലും ഞാൻ തയ്യാറല്ല. ഫണ്ട് ബാങ്കിൽ 1000 കോടി രൂപയാണ് ഉടമസ്ഥരില്ലാത്ത ഫണ്ട് ബാങ്കുകളിൽ കിടക്കണം. തിരുവല്ല, ചങ്ങനാശ്ശേരി ഭാഗങ്ങളാണ് ധാരാളം. 10,000 വീടുകൾ അവിടെ അടച്ചു കിടക്കുകയാണ്. അതുപോലെ ലക്ഷക്കണക്കിന് കോടി എന്ന് തന്നെ പറയാം ബാങ്കുകളിലൊക്കെ ഉടമസ്ഥന്മാരില്ലാതെ. അതായത് ഇത് ബാങ്കിലിടുമ്പോൾ ഭാര്യയും മക്കളെയൊന്നും ചിലപ്പോൾ അവിടുത്തെ ഗൃഹനാഥൻ അറിയിക്കില്ല. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഹാർട്ട് അറ്റാക്കോ എന്തെങ്കിലുമായിട്ട് മരിച്ചു പോകണു, ആർക്കും അറിയില്ല, മക്കൾക്കും അറിയില്ല, ഭാര്യയ്ക്കും അറിയില്ല. അപ്പോൾ അങ്ങനെ പണം ഒരുപാട് ബാങ്കിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അങ്ങ് ചിന്തിച്ചിരുന്നു എൻ്റെ വഴി ബിസിനസ്സാണ്? തീർച്ചയായിട്ടും ഞാൻ ആകെ വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു ഇൻ്റർവ്യൂവിനെ പോയിട്ടുള്ളൂ. വൈശാലി ഫാർമസ്യൂട്ടിക്കൽസ് പറഞ്ഞിട്ട് വടക്കാഞ്ചേരിക്കാരുടെ തന്നെയാണ്. വടക്കാഞ്ചേരി കുമരനെല്ലൂരുള്ള ഒരു നമ്പൂരിമാരുടെയാണ്, അവരുടെയാണ് വൈശാലി ഫാർമസ്യൂട്ടിക്കൽസ് 77 കാലത്ത്. അപ്പോൾ അതിൽ ഞാനൊരു ഇൻ്റർവ്യൂവിന് ഒരു തവണ പോയി, ജീവിതത്തിൽ ആദ്യമായിട്ട്. എറണാകുളത്ത് അതൊക്കെ പാസ്സായി. പിന്നെ നല്ല വ്യക്തിപരമായിട്ട് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് സെലക്ട് ചെയ്തിട്ട് വയനാടാണ് അന്ന് എനിക്ക് 77. അതപ്പോൾ ഏകദേശം 50 കൊല്ലം മുമ്പാണുള്ളത്. അപ്പോൾ 77 വയനാട് മെഡിക്കൽ റെപ്പായിട്ട്, അന്ന് ഈ മെഡിക്കൽ റെപ്പ് എന്ന് പറയുന്നത് വലിയ ഭയങ്കര സംഭവമാണ്. BSc കെമിസ്ട്രിയുള്ള ആൾക്കാർക്ക് ഇന്നത്തെ പോലെ ഈ 10ാം ക്ലാസ് പാസ്സായിരിക്കുന്ന പണി കൊടുക്കില്ല. അപ്പോൾ അന്ന് പാൻറ്റും സൂട്ടും ടൈയൊക്കെ കെട്ടി ബാഗൊക്കെ അപ്പോൾ അന്ന് അതിനോട് വലിയൊരു ആകർഷണമുള്ളതുകൊണ്ടാണ് അങ്ങനെ പോയി. അപ്പോൾ എനിക്ക് വയനാട് തന്നു. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, വയനാട് നിന്ന് ഇത്ര പുരോഗമിച്ചിട്ടൊന്നുമില്ല, അവിടെയൊക്കെ വന്യമൃഗങ്ങൾ ധാരാളമുള്ള സ്ഥലമാണ്, നീ അതിന് പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ ആ വാക്ക് കേട്ടിട്ട് ഞാൻ പോയില്ല. ഇൻ്റർവ്യൂ അവർ മറ്റേ എനിക്ക് അതെ തീർച്ചയായിട്ടും യാതൊരു സംശയമില്ല. അപ്പോൾ എനിക്ക് അന്ന് എൻ്റെ ഉള്ളിൽ ഉണ്ട് ഈ കാരണം വെച്ചാൽ ഈ ബിസിനസ്സാണ്. അതായത് ഞാൻ ആരോടും ഉത്തരം പറയാൻ തയ്യാറില്ല. എനിക്ക് അങ്ങനെ ഒരു പൊട്ട സ്വഭാവമുണ്ട്. എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയും, പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഉത്തരേ പറയുള്ളൂ. മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉത്തരം പറയില്ല. വെട്ടൊന്നോ മുറി രണ്ടെന്നൊക്കെ പഴയ കാലത്ത് പറയില്ലേ, അങ്ങനെയാണ് എൻ്റെ സ്വഭാവം. പറ്റാത്തത് പറ്റില്ല എന്നും പറ്റുന്നത് പറ്റുന്നും പറയും. അതിനോട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ വിവാദമാവും. അതുകൊണ്ട് അവിടേക്ക് കടക്കണില്ല. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഹൈസ്കൂൾ ഞങ്ങൾ തിരഞ്ഞെടുക്കുക, ഞങ്ങളുടെ ഈ പിന്നിട്ട വഴിയിലൂടെ തിരഞ്ഞെടുക്കുന്ന വ്യത്യസ്തമായ ആളുകളെയാണ്. ഞങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ ആളുകളിലേക്കൊക്കെ ഇറങ്ങിച്ചല്ല, പക്ഷെ ഞങ്ങൾ ഈ യാത്ര തുടങ്ങിയിട്ട് ഞങ്ങൾ വ്യത്യസ്ത തലങ്ങളിലൂടെയാണ് ചിന്തിക്കുന്നത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ വ്യത്യസ്തമായി ചിന്തിക്കുന്നതും വ്യത്യസ്തമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ആളുകളിലൂടെ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും. പക്ഷേ ഞങ്ങൾക്ക് അല്ലാതെ എല്ലാവരെയും ഒരു ഞങ്ങളുടെ സ്റ്റുഡിയോ റൂമിൽ കൊണ്ടുവന്നിരുന്നത് ഞങ്ങൾക്ക് ചർച്ച ചെയ്ത് ഇത് ടെലികാസ്റ്റ് ചെയ്യാം. ഞങ്ങൾ അതിലേക്ക് മുതിരുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൽ ഇതുവരെ സഞ്ചരിച്ച് വ്യത്യസ്ത വഴിയിലൂടെ സഞ്ചരിച്ച് അവർ സമൂഹത്തിന് എന്ത് നൽകി, ഇനി എന്താണ് നൽകുവാൻ പോകുന്നത്,
ഇത് കാണുന്ന പുതിയ തലമുറയിൽ അവർക്ക് കുറച്ച് അവബോധം ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുക. അങ്ങേ സംബന്ധിച്ച് അങ്ങേക്കറിയാം 77 തുടങ്ങിയ യാത്ര, 70 തുടങ്ങിയ ഒരു യാത്ര വേണമെങ്കിൽ ഉയരങ്ങളിലേക്ക് വേറെ രീതികളിലേക്കൊക്കെ മുന്നോട്ട് പോകാമായിരുന്നു. പക്ഷെ അങ്ങ് ചെയ്യാത്ത അങ്ങയുടെ കയ്യൊപ്പ് ചാർത്താത്ത മേഖലകൾ വടക്കാഞ്ചേരിയിൽ കുറവാണ്. ഡോക്യുമെന്ററിയിലും കയ്യൊപ്പ് ചാർത്തിയുണ്ട് തീർച്ചയായിട്ടും. 1999 സ്ഥപതി എന്ന പേരിൽ കാണിപ്പയ്യൂർ കൃഷ്ണനമ്പൂരിയെ ബേസ് ചെയ്തിട്ട് മറ്റേ തച്ചുശാസ്ത്രത്തിനും വാസ്തുശില്പത്തിനും ബേസ് ചെയ്തിട്ട് ഡോക്യുമെൻ്ററി എടുത്തിട്ടുണ്ട്. മാടമ്പ് കുഞ്ഞുകുട്ടനായിരുന്നു സ്ക്രിപ്റ്റ്. ഒരു മറ്റേ അന്നത്തെ പ്രധാനപ്പെട്ട ഒരു മറ്റേ സിനിമയായിരുന്നു ദേശാടനം. ദേശാടനത്തിൻ്റെ അസോസിയേറ്റഡ് ഡയറക്ടർ ഉണ്ണി ഗുരുവായൂരായിരുന്നു എൻ്റെ ഡയറക്ടർ. പിന്നെ റാണ പ്രതാപ് പറഞ്ഞ ഒരാളായിരുന്നു അതിൻ്റെ ക്യാമറാമാൻ. അങ്ങനെയൊക്കെ ഇപ്പോൾ സിനിമ ഫീൽഡിലാണ്. അപ്പോൾ 2 എപ്പിസോഡ് ഇതിനെക്കുറിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെയും വേറെ ചില കാര്യങ്ങൾ ഉദ്ദേശം ഉണ്ടായിരുന്നു. അവിടെ എത്തുന്നതിന് മുമ്പ് എൻ്റെ ജീവിതത്തിൽ ഒരു ദുരന്തം ഉണ്ടായി. അതോടുകൂടിയാണ് ഞാൻ ഈ പരിപാടി നടത്തിയത്. അല്ലെങ്കിൽ അടുത്ത 2 കൂടി നമ്മൾ തയ്യാറാക്കിയതായിരുന്നു. അവണപ്പറമ്പ് മനയെക്കുറിച്ചിട്ടുള്ള വിഷവൈദ്യ ശാഖയെക്കുറിച്ചും മേഴത്തൂർ മനയിൽ മറ്റേ ഭ്രാന്ത് ചികിത്സയുണ്ട്. അത് രണ്ടും എൻ്റെ മനസ്സിലുണ്ടായിരുന്നതാണ്. പക്ഷേ എനിക്ക് അത് എൻ്റെ ഈ ആഘാതം ഇനി ഞാൻ ഇപ്പോൾ കാലഘട്ടം മാറി. എൻ്റെ അടുത്ത കാലത്ത് തന്നെ ഇപ്പോൾ ഞങ്ങൾ ഉത്രാളിക്കാവ് പൂരത്തിന് നല്ലൊരു ഇടയ്ക്ക വിദ്വാനെ ഞങ്ങൾ ക്യാഷ് അവാർഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആളുടെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അപ്പോൾ ആളെ വിളിച്ച് അതെ അപ്പോൾ ആൾക്ക് കൊടുക്കുന്നുണ്ട്. ആൾ അന്യമതസ്ഥനുമാണ്. അപ്പോൾ അങ്ങോട്ട് പറഞ്ഞത് ഗോകുല കേരളം ആകെ മാറിക്കഴിഞ്ഞു. അതിൻ്റെ പിന്നിൽ പല കാര്യങ്ങളുണ്ട്. അവിടേക്ക് ഞാൻ കിടക്കണില്ല. അപ്പോൾ ഇനി ഞാൻ അത്തരം ഒരു രംഗത്തേക്ക് ഒന്നാമത് ഓടണില്ല. അത് കാരണം വെച്ചാൽ അത് വേറെ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്കും പ്രായമാകുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആരോഗ്യ പ്രശ്നം ഇപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. യാത്രകളോടുള്ള പ്രേമം സത്യം പറഞ്ഞാൽ 2000-ലാണ്. അന്ന് കല്യാണം കഴിച്ച 85-ൽ. അല്ലല്ല അതെ യാത്രയുടെ പ്രേമം തുടങ്ങിയത് 2000-ലാണ്. അതാണല്ലോ ആൾക്കിപ്പോൾ ആളെ എൻ്റെ കൂടെ എല്ലാ ദിക്കിലും എല്ലാ സ്ഥലത്തേക്കും ഇന്നേ വരെ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടില്ല. ഞങ്ങൾ 2 ആൾ പോയിട്ടുള്ളൂ. ഞങ്ങളുടെ ഏകദേശം 25ഓളം യാത്രകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി 26ാമത്തെ യാത്ര പൂരം കഴിഞ്ഞാൽ മാർച്ച് 16-ാം തീയതി രാജസ്ഥാൻ കവർ ചെയ്യാൻ പോവാം. രാജസ്ഥാനിൽ പോയിട്ടുണ്ട് ഒരു പ്രാവശ്യം. പക്ഷേ ഇത് നമ്മൾ പോയാലും 5-6 കൊല്ലത്തിന് ശേഷം അവിടെ ഒരുപാട് വ്യത്യാസം. ഗുജറാത്ത് മറ്റേ വാരണാസി ഒക്കെ എൻ്റെ അനുഭവത്തിലുള്ള നമ്മൾ ഇന്ന് പോയതല്ല നാളെ ഒരുപാട് കാര്യങ്ങൾ. ആദ്യ യാത്ര ചെയ്ത് ഡൽഹിക്കാണ് സത്യം പറഞ്ഞത്. അത് പണം ചിലവാക്കാതെ. അന്ന് ഈ 2000-ൽ തന്നെ ഞാൻ മർച്ചൻ്റ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അന്ന് പാർലമെൻറ്റ് വളയാൻ പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കേരളത്തിൽ നിന്ന് കുറേ ആൾക്കാർ അങ്ങനെ പോയി. അപ്പോൾ വടക്കാഞ്ചേരിയിൽ നിന്ന് എന്നെയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ അതിൽ അന്നാണ് ഡൽഹി യാത്ര ആദ്യം ഞാൻ നടത്തിയത്. ഡൽഹി യാത്ര നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ തിരിച്ചു പൊക്കോളേൻ, ഞാൻ 3-4 ദിവസം ഇവിടെ കറങ്ങിയിട്ടുണ്ടാവുള്ളൂ പറഞ്ഞിട്ട് അന്ന് ഒരു ദിവസം ജയ്പൂർ പോയി, ഒരു ദിവസം ആഗ്ര താജ്മഹൽ പോയി, ഒരു ദിവസം ഹരിദ്വാർ പോയി. അങ്ങനെ ആദ്യത്തെ ട്രിപ്പിൽ തന്നെ ആഗ്രയും ജയ്പൂരും മറ്റേ ഹരിദ്വാരും കവർ ചെയ്തു. അപ്പോൾ ഭാഗ്യത്തിന് എനിക്ക് എൻ്റെ കൂടെ നിൽക്കാൻ എൻ്റെ ഒരു സുഹൃത്തും ഈ ഒരു വ്യാപാരി തയ്യാറായി. അപ്പോൾ ഞങ്ങൾ 2 പേരും ഇതൊക്കെ പോയി കറങ്ങി. എന്നിട്ട് ഞങ്ങൾ 2 പേരും പിന്നെ അന്ന് തീരുമാനിച്ചു നമുക്ക് ഈ യാത്രയും നമ്മുടെ ഒരു വഴി തന്നെയാണ് എന്നുള്ളത് കാണുക, അത് മറ്റേ പ്രചരിപ്പിക്കുക, മറ്റുള്ളവരെ അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതൊക്കെ മനസ്സിലുള്ളത്. ഇനി പൂരമാണ് വരാൻ പോകുന്നത്. അതെ, നമുക്കറിയാം ഒരു പൂരക്കാലം നമ്മളെ സംബന്ധിച്ച് ഒരു വർഷത്തെ ഒരു കാത്തിരിപ്പാണ്. അതെ 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 ഒരുപാട് ഒരുക്കങ്ങളാണ്. ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാണുന്ന ആ ഒരു പുറമേ നിൽക്കുന്ന ആളുകൾക്ക് അത്ര പിന്നാമ്പുറ കാര്യങ്ങളൊന്നും അറിയില്ല. പൊതുവെ ആളുകൾ കാണുന്ന മനോഹരമായ ദൃശ്യങ്ങളും ആ ദൃശ്യവിരുന്നയ്ക്കും അങ്ങേ സംബന്ധിച്ച് അറിയാൻ പറ്റും. ഒരു ആ സമയങ്ങളിലൊക്കെ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കം അറിയാം, ഒരുപാടുണ്ട്. പക്ഷെ അത് കഴിയുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. അതായത് നടത്തിപ്പുകാർക്ക് കിട്ടുന്ന തീർച്ചയായിട്ടും ഒരു കല്യാണം നടത്തി കഴിഞ്ഞാൽ ആ കല്യാണം നടത്തുന്ന ആളുകൾക്കറിയാം അത് തന്നെയല്ലേ ഓരോ വർഷം കഴിയുമ്പോൾ. തീർച്ചയായിട്ടും നമ്മൾക്ക് പൂരം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഹരാണ്. അതോടൊപ്പം നമ്മൾക്ക് ഈ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളൊരു വികാരം കൂടി അതിൻ്റെ പിന്നിലുണ്ട്. നമ്മൾ 10-25 പേര് കൂടിയിട്ടാണ് ഒരു ദേശത്തിൻ്റെ പൂരം സത്യം പറഞ്ഞാൽ നടത്തണേ. നോട്ടീസിൽ 100-150 ആളുടെ പേരുണ്ടെങ്കിലും 10-20-25 പേര് ഇതിൽ ആക്റ്റീവായിട്ട് പങ്കെടുക്കണുള്ളൂ. അപ്പോൾ ഇതൊക്കെ നടത്തിയിട്ട് നമ്മൾ ഈ നടത്തുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നത് കണ്ട് തിരിച്ചു പോകുമ്പോൾ നമ്മൾ മുഖേന അവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റിയില്ലോ എന്നുള്ളൊരു തോന്നലും സന്തോഷിച്ചില്ലോ. അതാണ്, അത് വലിയൊരു വികാരം തന്നെയാണ്. പിന്നെ ഓരോരുത്തർക്കും ഓരോന്നിനോടൊരു കമ്പുണ്ടല്ലോ. അപ്പോൾ ആനയായാലും വാദ്യമായാലും മേളയായാലും കലാപരിപാടികൾ. എൻ്റെ സത്യം പറഞ്ഞാൽ കമ്പം മറ്റേ കലാപരിപാടികളാണ്.
കലാപരിപാടികളാണ്. ഏറ്റവും ഇഷ്ടമുള്ള കലാപരിപാടി ഏതാന്ന് പറഞ്ഞാൽ ചാക്യാർ കൂത്താണ്. കാരണം വെച്ചാൽ അതിലെന്താ വെച്ചാൽ പഴയ പുരാണങ്ങളെ നല്ല നർമ്മത്തോടു കൂടി അവതരിപ്പിച്ച് നമ്മുടെ ഉള്ളിലേക്ക് ഒരുപാട് ആശയങ്ങൾ കയറ്റാൻ പറ്റിയ ഒരു കലാരൂപമാണ്. ഇത്തരം കലാരൂപങ്ങളെ ക്ഷേത്രങ്ങളിൽ നിന്ന് പടിക്കെട്ടുകൾക്ക് പുറത്തേക്ക് പോകുന്നൊരു പ്രവണത വരുന്നില്ലേ? പുതിയ തലമുറകൾക്ക് ഇത്തരം കലാരൂപങ്ങളോട് അത്ര വലിയ താല്പര്യം കുറവാണ്. ഒരുപക്ഷെ ഗാനമേളയോ സിനിമാറ്റിക് ഡാൻസോ ഒരു ആധുനിക കാലഘട്ടത്തിന്റെ കലയോടുള്ള താല്പര്യത്തിലേക്ക് പോകുന്നു. അതേപോലെ അഷ്ടപതിയോ അതുപോലെ തന്നെ അങ്ങ് പറഞ്ഞ പോലെ ചാക്യാർ കൂത്തോ കഥകളിയോ ഇതൊന്നും ക്ഷേത്രത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു തലത്തിലേക്ക് ഇപ്പൊ മാറിയിട്ടുണ്ട്. അത് തിരികെ കൊണ്ടുവരേണ്ടത് അങ്ങേപ്പോലുള്ള ആൾ. തീർച്ചയായിട്ടും ഇത് പറഞ്ഞു വരുമ്പോഴാണ് നമ്മൾ ഇപ്രാവശ്യം 26-ാം തീയതി ശിവരാത്രിക്ക് വടക്കാഞ്ചേരി ശിവക്ഷേത്രത്തിൽ അഷ്ടപതി സംഗീത കച്ചേരി നടത്തുന്നുണ്ട് ഈ 26-ാം തീയതി. അതേപോലെ കഴിഞ്ഞ കൊല്ലം നമ്മൾ ചാക്യാർ കൂത്ത് പാടകം ഒക്കെ നടത്തി. അപ്പോൾ ഈ പുതിയ തലമുറയ്ക്ക് ശബ്ദകോലാഹലങ്ങളോടാണ് കൂടുതൽ താല്പര്യം. പക്ഷേ അതിലൊന്നും സത്യം പറഞ്ഞ ഒരു അടിസ്ഥാനമില്ല. ഇപ്പോൾ സംഗീതം പോലെ തന്നെ നമ്മൾ 2000-ന് മുമ്പുള്ള പാട്ടുകളായിരിക്കും ഏത് TV വെച്ചാലും നമുക്ക് കാണാം. അപ്പോൾ നല്ലത് മനുഷ്യൻ്റെ മനസ്സിൽ എന്ന് നിൽക്കും എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ മാത്രമേ ശേഷം പിന്നീട് ഉണ്ടാവുകയില്ല. ആ സമയത്ത് പഴയകാല ഗാനങ്ങൾ എന്ന് പറയുന്നത് അതിൽ അർത്ഥവത്തായ വരികളായിരുന്നു, അർത്ഥവത്തായ കവിതകളാണ്. അനുഗ്രഹീതരായ ഒരുപാട് കലാകാരന്മാരുണ്ടായിരുന്നു. വടക്കാഞ്ചേരി സംബന്ധിച്ച് അങ്ങേക്ക് അറിയാം, ഒരുപാട് വടക്കാഞ്ചേരി കലാകാരന്മാരുടെ നാടാണ്. ഈ ആ ഒരു രംഗത്ത് ബന്ധപ്പെട്ട് പോയി അങ്ങേക്കും അറിയാം ഒരുപാട് കലാകാരന്മാരുണ്ട്. ഏറ്റവും അവസാനം ഇപ്പോൾ നിയാസ് നവാസ്, അപ്പോൾ ഞാൻ മറ്റേ ഇവിടുത്തെ ഓൾ ഇന്ത്യ എക്സിബിഷൻ്റെ വൈസ് ചെയർമാനുമാണ്. ഇപ്രാവശ്യം നമ്മൾ നിയാസിൻ്റെയും നവാസിൻ്റെയും മറിമായം ഗ്രൂപ്പിനെ കംപ്ലീറ്റ് കൊണ്ടുവന്ന് എക്സിബിഷൻ ഗ്രൗണ്ടിൽ പരിപാടിയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലും നമ്മൾ ചെയ്യുന്നുണ്ട്. 77-ൽ തുടങ്ങിയ ഒരു യാത്ര ഇവിടം വരെ എത്തി നിൽക്കുമ്പോൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ആത്മാഭിമാനമാണ്, അഭിമാന നേട്ടമാണ്. വ്യത്യസ്തമായ, അതായത് തൊട്ടതെല്ലാം പൊന്നാക്കുന്ന തരത്തിലേക്ക് പോകുന്നു. ഒപ്പം തന്നെ സാംസ്കാരിക രംഗത്താണെങ്കിലും കലാരംഗത്താണെങ്കിലും ഒക്കെ മുന്നോട്ട് പോകുന്നു. രാഷ്ട്രീയം അത്ര താല്പര്യം, രാഷ്ട്രീയം ഒഴിച്ചുള്ള എല്ലാ രംഗങ്ങളും അതിനോട് അത്ര താല്പര്യമില്ലേ? താല്പര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വഭാവം അനുസരിച്ച് എനിക്ക് രാഷ്ട്രീയം പറ്റില്ല. ഞാൻ എന്താ വെച്ചാൽ മുഖത്ത് നോക്കി കാര്യം തുറന്നു പറയുന്ന ഒരാളാണ്. ഇല്ല തൊട്ടിട്ടില്ല. ആകെ വേണമെങ്കിൽ ഞാൻ മറ്റേ പ്രീ ഡിഗ്രിൻ്റെ വ്യാസ കോളേജിലായിരുന്നു. വ്യാസ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ഇലക്ഷൻ സമീപിച്ചിട്ടുണ്ടോ? വലിയ ആളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പൽ ഇലക്ഷനുകളിൽ പലരും സമീപിച്ചു. ഞാനത് രാഷ്ട്രീയത്തിലേക്ക് ഞാനില്ല. നോക്കിക്കൂടെ എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റാത്തൊരു രംഗമാണ്. അർഹത ഞാൻ പറയാം, ഞാനിപ്പോൾ ഒരു മെമ്പറായി കഴിഞ്ഞാൽ, ഒരു കൗൺസിലറായി കഴിഞ്ഞാൽ അർഹതപ്പെടാത്തൊരു കാര്യത്തിന് പിന്നെ എന്നോടൊരു നമ്മുടെ ഒരു വാർഡിലുള്ള ആൾ വന്ന് പറഞ്ഞാൽ പറ്റാത്തതാണ്, ഞാൻ പറ്റില്ല എന്ന് പറയും. അത് ചിലപ്പോൾ രാഷ്ട്രീയത്തിൽ പറ്റില്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരെ നോക്കാം, ശ്രദ്ധിക്കാം, ശ്രമിക്കാം. നമുക്കത് പറ്റില്ല. നമുക്കൊരൊറ്റ പെട്ടെന്ന് നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത് പറ്റാത്ത കാര്യമാണ്. ഇത് അർഹതപ്പെടാത്തതാണ്. എനിക്ക് സന്തോഷം പറയാം, നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിത്വമാണ്. അതായത് ഞാൻ കാണുന്ന കാഴ്ചപ്പാട് ഇതാണ്, എൻ്റെ കാഴ്ചപ്പാട് അതായത് ശരിയായൊരു കാഴ്ചപ്പാടാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. ഞങ്ങളോടൊപ്പം ഈ യാത്രയിൽ പങ്കെടുത്തതിന് ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പോസിറ്റീവായി ചിന്തിക്കുക, നെഗറ്റീവായി ചിന്തിക്കാതിരിക്കുക, സമൂഹത്തിലെ എല്ലാവരായിട്ട് ഇടപഴകുക. അതിന്ന് നല്ലത് കിട്ടുന്നത് സംശീകരിച്ച് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ആ ഊർജം നമ്മുടെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് സന്തോഷപ്രദമായി മറ്റുള്ളവർക്ക് ഗുണമുണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക. ഞങ്ങളുടെ എനി ടൈം ന്യൂസ് യാത്ര തുടങ്ങിയിട്ട് കുറേ നാളുകളെ അങ്ങ് ഞങ്ങളുടെ ഒപ്പം സന്തത സഹചാരിയാണ്. എനി ടൈം ന്യൂസ് വടക്കാഞ്ചേരിയുടെ സ്പന്ദനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഞങ്ങളുടെ ന്യൂസിനെ കുറിച്ചൊക്കെ അഭിപ്രായം? അതായത് ഇതിലൊക്കെ വിമർശനാത്മകമായി ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിക്കുന്നത്. തിരുത്താം, ധൈര്യമായിട്ട് പറയാം, തിരുത്തേണ്ടത് തിരുത്തണം. അങ്ങേ സംബന്ധിച്ച് കൃത്യമായി വാച്ച് ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് ചോദിച്ചത്. തിരുത്തേണ്ടതുണ്ടോ? എന്താണ് ഇനി മാറ്റങ്ങൾ വരുത്തേണ്ടത്? എന്താണ് അങ്ങയുടെ അഭിപ്രായം? എനി ടൈം ന്യൂസ് സത്യം പറഞ്ഞപ്പോൾ വടക്കാഞ്ചേരിയിലെ ഏറ്റവും നല്ല ഒരു ന്യൂസ് ചാനലാണ്, അല്ലാന്ന് പറയാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് അതിൽ വരുന്നുണ്ട്.
തിരുത്തേണ്ടത് എന്തെങ്കിലും ഉണ്ടോ? തിരുത്താൻ എന്ന് പറഞ്ഞാൽ അത് ഈ കൊണ്ടു നടക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് അവരുടെ പരിമിതികളുണ്ടാവും. നമ്മളൊരു പ്രസ്ഥാനം കൊണ്ടു നടക്കുമ്പോൾ വിചാരിച്ച പോലെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞങ്ങളുടെ ജനങ്ങളുടെ പിന്തുണയാണ്, ഇത് കാണുന്ന പ്രേക്ഷകരുടെ പിന്തുണയാണ് ഞങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും വലിയൊരു ഘടകം. അതെ അതെ അതെ. അത് ഞങ്ങളെ വാർത്തകൾ വിരൽത്തുമ്പിലേക്ക് തന്നെ അത് എത്രയും വേഗം പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഞങ്ങളുടെ പിന്നിട്ട വഴികൾ പോലുള്ള ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ. എന്തായാലും ഒപ്പം ഞങ്ങളുടെ ഒപ്പം സഞ്ചരിക്കുന്ന അങ്ങയ്ക്ക് ഒരുപാട് ആശംസകൾ നേരുകയാണ്. ഈ ഒരു നിമിഷം നമ്മളോടൊപ്പം പങ്കെടുത്തതിനും ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച് നന്ദി പറയുകയാണ്. നന്ദി. എനി ടൈം ന്യൂസിൻ്റെ കൂടെ ഏത് കാലത്തും ഞാനുണ്ടാവും. തീർച്ചയായും സമൂഹത്തിലെ വ്യത്യസ്തമായ മേഖലകളിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തിത്വങ്ങളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ് പിന്നിട്ട വഴിയിലൂടെ. മറ്റൊരു അധ്യായത്തിൽ പുതുമയാർന്ന മറ്റൊരു അതിഥിയുമായി കണ്ടുമുട്ടാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം.